ഹായ് കൂട്ടുകാരെ. അപ്പം ഒത്തിരി ദിവസം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ദേ കണ്ടു നോക്ക്. നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്ത് കൃഷ്ണ വിഗ്രഹം ആ പാദത്തിൻ്റെ ആ സൈഡെല്ലാം കറുത്ത് നാശമായിട്ടിരിക്കുകയാണ്. കാര്യം ഈ പൂ കൊണ്ട് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് പായലും കറുപ്പും നല്ലതുപോലെ അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത് ഒന്ന് വൃത്തിയാക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് ഉറുമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കൊണ്ട് കഴുകിയിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം നുണയും കഴിയുമ്പം നല്ലതുപോലെ ഒന്ന് ചുരണ്ടി കളയാം. അപ്പം കഴിയെല്ലാം കഴിഞ്ഞ് നല്ല ഉണങ്ങി കഴിഞ്ഞപ്പം ഇത് നല്ലതുപോലെ ഞാൻ തൂത്ത് വൃത്തിയാക്കുവാണ്. എന്നിട്ട് നമുക്ക് ചെറിയൊരു ബ്ലേഡും ഉണ്ട്. ചെറുതായിട്ട് സ്ഥലം ആ കറുത്തിരിക്കുന്ന ആ ഏരിയ എല്ലാം ഒന്ന് ചുരണ്ടി വൃത്തിയാക്കിയിട്ട് സാൻഡിങ് പേപ്പറും ഉണ്ട്, നല്ലതുപോലെ ഒന്ന് സാൻഡിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി മേടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ സ്പ്രേ ആണ്. അപ്പം ഒരു മഞ്ഞ കളർ ബോട്ടിൽ സ്പ്രേ ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 130 120 അതിനകത്തുള്ള വിലയേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന വിഗ്രഹങ്ങൾ ഏതെങ്കിലും കറുത്തിട്ടുണ്ടോ ഏതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ സ്പ്രേ മേടിച്ച് നമുക്ക് തന്നെ വീട്ടിൽ ഇത് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പം ഒരുപാട് ദിവസം കൊണ്ട് ഫാമിലി വഴക്കാണ് ഇത് ഞാൻ ശരിയാക്കാത്തതിന്. അപ്പോൾ ഇന്ന് എന്തായാലും അത് ശരിയാക്കി കളയാമെന്ന് തന്നെ വിചാരിച്ച്. അപ്പം നല്ല രീതി എല്ലാ സൈഡും ആദ്യം ഒരു കോട്ട് സ്പ്രേ അങ്ങോട്ട് പറത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ അടിക്കുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ആവും. അപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ കോട്ടാണ് ഞാൻ അടിക്കുന്നത്. ഇപ്പോൾ ഏകദേശത്തേക്ക് നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പം രണ്ട് കൂട്ട് കഴിഞ്ഞാൽ അതെ ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഭഗവാന്റെ ചിരി കണ്ടോ. പുള്ളി ഹാപ്പിയാണ് കേട്ടോ, ഞാൻ ഹാപ്പിയാണ്. സംഭവം നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരും ഹാപ്പിയാണ്. അപ്പോൾ ഇനി ഇത് കഴിയുന്നതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം കൊണ്ട് കഴുകി വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഹായ്. സ്വന്തം മകേഷ് പ്രോ.